വലിയൊരു അനുഭവമായി മാറും. வந்த பொழுது ஒவ்வொரு வார்டிலையும், அதாவது கிட்டத்தட்ட இந்த டிஸ்ட்ரிக்ட்ல 1000 பேருக்கு ஒரு லைப்ரரி. അവരെ വളരെ സ്നേഹപൂർവ്വം ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അഡ്വക്കേറ്റ് വിക്രംകുമാരി, കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ആരാധ്യയുടെ പ്രസിഡന്റ് ഞങ്ങളോടൊപ്പം ചേരുന്നുണ്ട്. അവരെ ബഹുമാന പരിസരം ഈ ചടങ്ങിലേക്ക് സ്നേഹപൂർവ്വം. ഹായ് പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും സിസ്ബ്ലോ മീഡിയയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഇൻട്രോ പറയാം. ആഷ്ലി ഇല്ലാത്ത വീഡിയോ കാണുമ്പോൾ ഒരാളിങ്ങനെ ചോദിക്കാറുണ്ട് ആഷ്ലി എന്താ ഇല്ലാതെന്ന്. ഇന്നത്തെ ഇൻട്രോയിൽ ഇല്ലാത്തതിൻ്റെ കാരണം ആഷ്ലി ആ കുഞ്ഞേച്ചിൻ്റെ വീട്ടിൽ നിൽക്കാൻ വേണ്ടി പോയിട്ടുണ്ട്. അതായത് മിഞ്ഞാന്ന് നന്ദ വന്ന് പോകുമ്പോൾ നന്ദൻ്റെ ഒന്നിച്ച് പോയിട്ടാണ് ഉള്ളത്. നമ്മളെ ചെറുപ്പത്തിൽ സ്കൂൾ കൂട്ടിയാൽ അമ്മമാരുടെ വീട്ടിലും മേമാരുടെ വീട്ടിലും മാമാരുടെ വീട്ടിലും അങ്ങനെയെല്ലാം പോകാറുണ്ടല്ലോ. അതുപോലെ ആഷ്ലിയ നിൽക്കാൻ വേണ്ടി പോയിട്ട് ഇന്നേക്കിപ്പോൾ 3 ദിവസമായി. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ എനിക്ക് അത്രക്കും സന്തോഷകരമായ ഒരു വീഡിയോ തന്നെയാണ് ഇന്ന് വിടുന്നത്. കാരണം എന്ന് വെച്ചാൽ സിസ്ബ്ലോ വീഡിയോ എന്ന ചാനൽ ഉണ്ടാക്കാനുള്ള കാരണം ഞാൻ മുന്നേ 1-2 വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ലൈബ്രറികളെ കുറിച്ചുള്ള ഡോക്യുമെൻ്ററി ഫിലിം തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ അച്ഛൻ്റെ അനിയൻ്റെ മോളും കൂടി ചേർന്നിട്ടാണ് ഈ ചാനൽ ഉണ്ടാക്കിയത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള മികച്ചൊരു വീഡിയോ ആണ് ഇന്നലെ ഞങ്ങൾക്ക് എടുക്കാൻ വേണ്ടി പോകാൻ വേണ്ടി സാധിച്ചത്. കാരണം എന്ന് വെച്ചാൽ ഓരോ വാർഡിലും വായനശാലകൾ, ലൈബ്രറികൾ രൂപീകരിക്കുക എന്നതിൻ്റെ ഭാഗമായിട്ട് പീപ്പിൾ മിഷൻ ഫോർ സോഷ്യൽ ഡെവലപ്മെൻറ്റ് എന്നുള്ള ഒരു ആശയം നമ്മുടെ ഡോക്ടർ ശിവദാസൻ MP-യുടെ നേതൃത്വത്തിൽ ആശയത്തിൽ ഉയർന്നു വരിക. അതിൻ്റെ പ്രവർത്തനങ്ങൾ നല്ല രീതിയിൽ നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് കൂടാളി പഞ്ചായത്തിൽ എല്ലാ വാർഡിലും ലൈബ്രറി ഉണ്ടാക്കുകയും ജില്ലാ തലത്തിൽ എല്ലാ വാർഡിലും ലൈബ്രറികൾ ഉണ്ടാക്കുക എന്നതിൻ്റെ ഉദ്ഘാടനമാണ് നമ്മൾ ഇന്നലെ കൂടാളി വെച്ച് നടന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഇന്ന് ഇടുന്നത്. അപ്പോൾ 2-3 വർഷം മുന്നെയാണ് ഇതിൻ്റെ പ്രവർത്തനം ശിവദാസൻ MP-യുടെ നേതൃത്വത്തിൽ നടന്നത്. അപ്പോൾ അന്ന് മുതലേ അതിൻ്റെ ഭാഗമായിട്ട് പങ്കെടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് സാധിച്ചിട്ടുണ്ട്. അന്ന് ആദ്യം കണ്ണൂർ വെച്ചിട്ട് ലൈബ്രറി കോൺഗ്രസ് എന്ന മഹത്തരമായൊരു സമ്മേളനം നടക്കുകയുണ്ടായി. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്ന് ആൾക്കാർ പങ്കെടുത്തുകൊണ്ട്. അപ്പോൾ അതിൻ്റെ അകത്തൊരു വീഡിയോ ചെയ്ത് കൊടുക്കാൻ വേണ്ടി എനിക്ക് സാധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം അതുമായിട്ട് ബന്ധപ്പെട്ട മിക്ക പരിപാടികളും പങ്കെടുക്കാൻ വേണ്ടി എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഇതന്നെ ഈ 3-4 ആഴ്ച മുന്നേ ശിവദാസൻ MP എന്നെ വിളിച്ചിങ്ങനെ പറഞ്ഞ് ഇൻട്രോ അല്ല കുറച്ച് പ്രൊമോഷൻ വീഡിയോ എടുത്ത് തരണം എന്നെല്ലാം പറഞ്ഞു. പക്ഷേ വേറെ എന്തെല്ലോ തിരക്കായതുകൊണ്ട് എനിക്ക് അതിനൊന്നും സാധിച്ചിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഒക്കെ കടം തീർക്കുക എന്നതിൻ്റെ ഭാഗമായിട്ട് ഇന്നലെ കൂടാളി പോയിട്ട് കൃത്യമായ രീതിയിൽ വീഡിയോ എടുത്ത് കൊണ്ടുവരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇന്നലെ ഒരുപാട് മഹത് വ്യക്തികൾ പങ്കെടുത്ത ഒരു പരിപാടിയായിരുന്നു നടന്നിട്ടുണ്ടായത്. കനിമൊഴി MP ആണ് ഇന്നലെ ആ പരിപാടി ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായത്. അതുപോലെ ശൈല ടീച്ചർ, അങ്ങനെ ഒരുപാട് വലിയ നേതാക്കന്മാരും ആൾക്കാരൊക്കെ പങ്കെടുത്തൊരു പരിപാടിയായിരുന്നു. അതുപോലെ അലോഷിയുടെ മികച്ച ഗായകനായ അലോഷിയുടെ ഒരുപാട് പാട്ടുകളുണ്ടായിരുന്നു ഇന്നലെ. അതുകൊണ്ട് തന്നെ വീഡിയോ ഒരുപാട് ലെങ്തായി പോകുന്നതുകൊണ്ട് ഞാൻ എപ്പിസോഡുകളായിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാനാണ് സാധ്യത. മുഴുവനായിട്ട് ഒന്നിച്ച് തന്നെ ഇടും, അല്ലെങ്കിൽ എപ്പിസോഡുകളായിട്ട് ഇടാനാണ് സാധ്യത. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ വീഡിയോയിലൂടെ കാണാം. ഓക്കെ. വിവിധ ലൈബ്രറികളെയും അതുപോലെ വിവിധ സംഘടനകളെയും കുടുംബശ്രീ പോലുള്ള സംവിധാനങ്ങളെയൊക്കെ പ്രതിനിധീകരിച്ചുകൊണ്ട് അണിചേർന്ന ഘോഷയാത്രയാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിദ്യാർത്ഥികളടക്കം ഈ ഘോഷയാത്രയിൽ പങ്കുചേർന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നുണ്ട്. ജനകീയമായ ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമായാണ് ഈ പരിപാടി നടക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ ഘോഷയാത്രയിൽ നിന്നും നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്. ശൈലജ ടീച്ചറുമൊത്ത് വനിതാ പ്രവർത്തകർ സെൽഫി എടുക്കുന്ന കാഴ്ച നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞത്. നടന്ന് വരുന്നവർക്കുള്ള കുടിവെള്ളം ഒരുക്കിയിട്ടുണ്ട്.
കണ്ണൂർ ജില്ലയെ സമ്പൂർണ്ണ വായനശാലകളുള്ള പഞ്ചായത്തുകളാക്കി മാറ്റുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ കുടാളി ഗ്രാമപഞ്ചായത്തും 18 വാർഡുകളിൽ 22 വായനശാലകൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ട് 20 വായനശാലകൾ അഫിലിയേഷൻ നേടുകയും 3 വായനശാലകൾ അതിൻ്റെ മറ്റ് അഫിലിയേഷന് വേണ്ടുന്ന പ്രവർത്തനങ്ങളും നടത്തിയാണ് ഈ പ്രഖ്യാപനത്തിന് വേണ്ടി തയ്യാറായി നിന്നിട്ടുള്ളത്. നമ്മുടെ ഏറെ ബഹുമാന്യനായ പ്രിയങ്കരനായിട്ടുള്ള നമ്മുടെ MP ശിവദാസൻ, ഈ വേദിയിലുള്ള ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി രത്ന, നമ്മുടെ DIG ബഹുമാന്യനായിട്ടുള്ള യതീഷ് ചന്ദ്ര IPS, പാർലമെന്റിലെ ഏറ്റവും ചടുലമായി കാര്യങ്ങൾ പ്രതികരിക്കുന്ന MP-യും സർവോപരി തമിഴ്നാട്ടിലെ ഏറ്റവും അധികം ആവേശത്തോടുകൂടി ജനങ്ങൾ നോക്കിക്കാണുന്ന ലീഡറും ഒക്കെയായിട്ടുള്ള കരുണാനിധിയുടെ മുൻ മുഖ്യമന്ത്രി, തമിഴ്നാട് മുഖ്യമന്ത്രിയും നേതാവുമായിട്ടുള്ള കരുണാനിധിയുടെ മകളുമാണ് കനിമൊഴി കരുണാനിധി MP. അവർ സംസാരിക്കുന്നതിന് മുൻപ് ഈ പരിപാടി ശിവദാസൻ ഇത് കഴിഞ്ഞ ഉടനെ ഇവിടെ നിന്ന് പോകും. അതുകൊണ്ട് ഒരു വാക്ക് പറയാൻ ആഗ്രഹിക്കുന്നു. ഇത്ര ചെറിയ പ്രായത്തിൽ തന്നെ വലിയൊരു പ്രസ്ഥാനം ലൈബ്രറി മേഖലയിൽ വായനയാണ് അത്യാവശ്യ കാര്യമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് നമ്മുടെ പ്രദേശത്തുടനീളം എല്ലാ വാർഡിലും ഒരു ലൈബ്രറി ഉണ്ടാകണമെന്ന ധാരണയോടുകൂടി ലൈബ്രറി കൗൺസിലിന്റെ കൂടി പിന്തുണയോടുകൂടി ശിവദാസൻ ആരംഭിച്ചിട്ടുള്ള ഒരു വലിയ പ്രസ്ഥാനമുണ്ട്. അത് അങ്ങേയറ്റം വിജയകരമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അതിന് ചെറുപ്രായത്തിൽ ഇങ്ങനെ ഒരു പ്രസ്ഥാനം തുടങ്ങാൻ കഴിഞ്ഞ ശിവദാസന് പ്രത്യേകിച്ച് അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് 2 വാക്കുകൾ സംസാരിക്കുന്നതിന് ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ MP ശിവദാസനെ ക്ഷണിക്കുന്നു. ഇന്ത്യൻ പാർലമെന്റിലെ ഏറ്റവും ജ്വലിക്കുന്ന ശബ്ദങ്ങളിലൊന്നായിട്ടുള്ള കനിമൊഴി നമ്മളോട് ഇരിക്കുകയാണ്. അടുത്ത പരിപാടിയിൽ പങ്കെടുക്കുന്നതിന് വേണ്ടി ഫോൺ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട് എന്നുള്ളതുകൊണ്ട് കൂടുതൽ സമയമൊന്നും എടുക്കുന്നില്ല. കനിമൊഴിയുടെ ഉദ്ഘാടന ചടങ്ങ് കണ്ണൂരിനെ സംബന്ധിച്ചിടത്തോളം വിഷുക്കണി കണ്ണൂരിലെ വായനശാല പ്രസ്ഥാനത്തിന് വലിയൊരു അനുഭവമായി മാറും എന്ന് മാത്രം സൂചിപ്പിച്ച് അവസാനിപ്പിക്കുന്നു. We here sharing stage with our shelter teacher and Sadasan MP and all the dignitaries on the stage, and meet the people of this district through this meeting. Can I speak in English or in Tamil? Tamil, okay. We don't speak our languages. I think I can understand Malayalam when somebody speaks. Only thing is I can't speak. I don't feel confident enough to speak. So, அனைவருக்கும் வணக்கம். இந்த ஒரு அழகான நிகழ்ச்சியில மிக முக்கியமான இந்த நிகழ்ச்சியில கலந்து கொள்ள வேண்டும் என்று MP அவர்கள் என்னை அழைத்த பொழுது இது ஒரு லைப்ரரியில நடக்கக்கூடிய நிகழ்ச்சின்னு சொல்லி என்னை கூப்பிட்டாரு. ஆனா அப்பொழுது அதிகமா அதை பற்றி ஒன்றும் சொல்லலை எனக்கு. நான் இங்க வந்த பொழுது ஒவ்வொரு வார்ட்லையும், அதாவது கிட்டத்தட்ட இந்த டிஸ்ட்ரிக்ட்ல 1000 பேருக்கு ஒரு லைப்ரரி அதை தொடங்க போறோம் அப்படின்னு அவர் சொன்ன பொழுது 81 இடங்கள்ல 81 லைப்ரரிஸ் புத்தகாலயங்களை நாங்கள் திறந்திருக்கோம் அப்படின்னு சொல்லும் போது கேட்கும் பொழுது இந்தியாவிலேயே வேற எந்த இடத்துலையும் இந்த அளவுக்கு ஒரு இப்படி ஒரு அற்புதமான நிகழ்ச்சியை வேற யாரும் பண்ணிருக்க முடியாது. வேற எந்த மாநிலத்திலையும் பண்ண முடியுமான்னு தெரியல, கேரளாவை தவிர. ஏன்னா புத்தகத்தை நேசிக்கக்கூடியவர்கள், வாசிப்பை நேசிக்கக்கூடியவர்கள், எழுத்தாளர்களை இந்த அளவுக்கு கொண்டாடக்கூடிய மக்கள் இருக்கக்கூடிய ஒரு மாநிலம் கேரளா. இங்க யார்கிட்ட உங்களோட எழுத்தாளர்களை பற்றி பேசினாலும் உங்களால அதை பற்றி புத்தகங்களை பற்றி பேசக்கூடிய மக்கள், எழுத்தையும் சிந்தனைகளையும் கொண்டாடக்கூடிய மக்கள் இருக்கக்கூடிய ஒரு மாநிலத்துல 1000 பேருக்கு ஒரு வார்ட்லயே
ஒரு லைப்ரரி தொடங்குறது அப்படிங்கிறது வந்து இட்ஸ் a complete celebration of literature, writing and the writers. So hats off to the amazing scheme and the program you've undertaken. It's really a proud moment as a writer, as a politician, as part of the society. I'm really happy that you've taken this wonderful initiative. காப்பாற்ற முடியும், இந்த நாட்டின் ஜனநாயகத்தை நம்மால் காப்பாற்ற முடியும், மனித தன்மையை நம்மால் காப்பாற்ற முடியும், நாம் யார் என்பதை நாம் பத்திரப்படுத்திக் கொள்ள முடியும். அதனால இந்த முன்னெடுப்பு இந்தியா என்ற இந்த நாடு எப்படி இருக்க வேண்டும் என்ற கனவோடு இந்த சுதந்திரத்திற்காக போராடி நாம் பெற்றோமோ அந்த கனவுகளை மறுபடியும் மெய்ப்படுத்த, அந்த கனவுகளை நிஜமாக்க இந்த லைப்ரரிஸை கொண்டு போய் மக்கள்கிட்ட சேர்க்கக்கூடிய இந்த ஸ்கீம், இந்த ப்ரோக்ராம், இந்த விஷுக்கரி, இதுதான் பெரிய கிஃப்ட். விஷுக்கரி அப்படிங்கிறது காலையில எழுந்து நீங்க விஷு அன்னைக்கு பார்க்கக்கூடிய வாழ்க்கையில் நமக்கு மிக முக்கியமாக இருக்கக்கூடிய எல்லா விஷயங்களையும் வந்து காலையில எழுந்த உடனே பார்ப்பாங்க அப்படின்னு சொல்லுவாங்க. என்னோட நிறைய ஃப்ரெண்ட்ஸ் வந்து சொல்லி கேட்டிருக்கேன். அதுல முக்கியமா இனிமேல அதுவும் இந்த நிகழ்ச்சிக்கு அப்புறமா நான் நினைக்கிறேன் அந்த விஷுக்கரியில நீங்க புத்தகங்களையும் சேர்க்க வேண்டும் என்று நான் நினைக்கிறேன். ஏன்னா அதை விட பெரிய கிஃப்ட் வேற எதுவுமே இருக்க முடியாது. ஸோ இந்த விஷுக்கரியின் வழியாக இந்த லைப்ரரி திறக்கக்கூடிய மக்களுக்கு கொண்டு போய் அந்த படிக்கக்கூடிய ஆர்வத்தை மறுபடியும் தூண்டக்கூடிய இந்த நிகழ்ச்சி ஒரு மிக 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 நம்முடைய நாட்டை காப்பாற்றுவதில் மிகப்பெரிய பங்காற்றக்கூடிய ஒரு முன்னெடுப்பை அவர்கள் செய்திருக்கிறார்கள். இது இங்க மட்டும் நிறுத்தக்கூடாது. இன்னைக்கு ஒவ்வொரு டிஸ்ட்ரிக்ட்லயும் தாண்டி இன்னைக்கு கேரளா முழுவதும் இருக்கக்கூடிய எல்லா இடங்களிலும் இந்த மாதிரி வார்ட்ஸ்ல வந்து ஒரு லைப்ரரியை உருவாக்கக்கூடிய இந்த நிகழ்ச்சி நடக்க வேண்டும். இது கேரளாவோட நின்றுடாம தமிழ்நாட்டில் நாடு முழுவதும் இது விரிவடைய வேண்டும். ஏன்னா யூபி, பீகார் போன்ற இடங்கள்ல இதெல்லாம் நடந்துச்சுன்னா நிச்சயமா இந்த நாட்டிற்கு ஒரு பெரிய வெடிவு கிடைக்கும், விடுதலை கிடைக்கும். உங்கள் அத்தனை பேருக்கும் என்னுடைய வாழ்த்துக்கள். നന്ദി. വണക്കം. ഞങ്ങള് നേരിടാൻ വേണ്ടി വളരെ ബുദ്ധിമുട്ടുള്ള ഒരു ശത്രു തന്നെയാണ് നാർക്കോട്ടിക്സ്. അപ്പൊ നിങ്ങളാർക്കും മനസ്സിലാവില്ല, നിങ്ങളുടെ ഏജിന്റെ ആളുകാർക്കും മനസ്സിലാവില്ല. കാരണം മാക്സിമം എന്ന് പറഞ്ഞാൽ മദ്യം കഴിക്കുന്നവരും വീഡിയോ സിഗരറ്റ്സ് നിങ്ങൾ ഉപയോഗിച്ചിട്ട് അവസാനിച്ച ആളുകളാണ്. ഇപ്പോഴത്തെ തലമുറ എങ്ങനെയില്ല, ഒരു കോളേജിൽ പോകണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അവന് സിന്തറ്റിക് ഡ്രഗായ MDMA ഇല്ലെങ്കിൽ ഒരു ഗാഞ്ചാവ്, നാച്ചുറൽ ഡ്രഗായ ഗാഞ്ച ഇവരുടെ കയ്യിൽ ലഭിക്കുന്നുണ്ട്. നിങ്ങൾ വേണമെങ്കിൽ ചോദിക്കാം പോലീസ് എന്ത് ചെയ്യുന്നു. ആ പോലീസിന്റെ പുറകിലാണ് അവരെ പിടിക്കാൻ വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റെടുത്തിട്ടുണ്ട്. അപ്പൊ ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പോലീസ് ഏതെങ്കിലും ഒരു കാര്യം സക്സസ്ഫുള്ളി നമ്മളെ കൊണ്ടെത്തുന്നുണ്ടെങ്കിൽ, സക്സസ് ആക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എല്ലാവിധത്തിലുള്ള സഹായം വേണം. നാട്ടുകാരുടെ സഹായമില്ലാതെ പോലീസോ ഗവൺമെന്റ് മാത്രം വിചാരിച്ചിട്ട് ഈ ഒരു വലിയ വിഷയം ഞങ്ങൾ നേരിടാൻ പറ്റുന്ന ആരെങ്കിലും വിചാരിച്ചിട്ടില്ല, തെറ്റാണ്. സക്സസ്ഫുൾ ആയിട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് വാക്ക് നിർത്തുന്നു. നമസ്കാരം. സ്ഥാപിക്കാൻ കഴിയുമെന്നൊരു ആത്മവിശ്വാസം ഞങ്ങൾക്കുണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലെ പ്രവർത്തനം വളരെയേറെ പുരോഗമിക്കുകയും ചെയ്തു. ലൈബ്രറി വന്നാൽ എന്താ ഗുണം? ഞാൻ ആ ഭാഗം മാത്രമേ പറയുന്നുള്ളൂ. ഒന്നാമത്തെ കാര്യം, നമ്മുടെ നാട്ടിലുള്ള ആളുകൾക്കെല്ലാം ഒത്തുകൂടാനുള്ള പൊതു ഇടങ്ങളാണ് നമ്മുടെ ഈ ഗ്രന്ഥാലയങ്ങൾ. ഓരോ കാലത്തും ഉയർന്നു വരുന്ന വിഷയങ്ങളോട് കൃത്യമായി അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഗ്രന്ഥാലയങ്ങൾ ഇപ്പോൾ ചെയ്തു വരുന്നത്. അതിന്റെ ഉദാഹരണമായി ഇപ്പോൾ പറഞ്ഞത് ലഹരിക്കെതിരെയുള്ള ക്യാമ്പയിൻ പോലെ പ്രധാനപ്പെട്ട പ്രവർത്തനങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന പൊതു ഇടമാണ് നമ്മുടെ ഗ്രന്ഥാലയങ്ങൾ. ആ നിലക്ക് പുതിയ കാലത്ത് ഉയർന്നു വരുന്ന ഓരോ വിഷയത്തോടും കൃത്യമായി അഭിസംബോധന ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഗ്രന്ഥാലയത്തിന്റെ പ്രധാനപ്പെട്ട ചുമതലയാണ്. നമ്മൾ പരിപാടീൻ്റെ ഭാഗമായിട്ട് സിനിമ ചിത്ര പ്രദർശനമാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് ആൾക്കാർ വന്ന് കാണുന്നുണ്ട്. ഒരു പുഷ്പം മാത്രമേ പൂങ്കുലയിൽ നിർത്താം.
മൂടിക്കഴിഞ്ഞല്ലോ വന്നു ചേരും മനതാരിൽ മാറിക്കാർ മൂടിക്കഴിഞ്ഞല്ലോ പിരിയാതെ വയ്യല്ലോ തമ്മില് പറയാതെ അറിയുന്നു നമ്മള് പിരിയാതെ വയ്യല്ലോ പണ്ടെങ്ങോ പാടിയ പാട്ടിന്റെ വണ്ടി കേറി വന്നൊരു കാറ്റില് ചിറകെട്ടി നിന്നല്ലോ ഓർമ്മകൾ പറയാതെ അറിയുന്നു നമ്മള് പിരിയാതെ വയ്യല്ലോ കണ്ണിൽ നിന്നും ചുടുതണ്ണി വരുന്നല്ലോ പേരക്കിൻകരയിൽ വെച്ച് പേരെന്തെ ചോദിച്ചപ്പോൾ പേരക്കയിൽ പറഞ്ഞോടി വേലിക്കരുകിൽ വെച്ച് നീ കൈ കൊണ്ട് പേരക്കിൻകരയിൽ വെച്ച് പേരെന്തെന്ന് ചോദിച്ചപ്പോൾ പേരക്കയെന്ന് പറഞ്ഞോടി വേലിക്കരുകിൽ വെച്ച് നീലഞ്ചി കൈ കൊണ്ട് വായക്കവരുതട്ട് തന്നോടി പേരക്കയെന്ന് പറഞ്ഞോടി വായക്കവരുതട്ട് തന്നോടി പേരക്കയെന്ന് പറഞ്ഞോടി അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള വീഡിയോകൾ ഇനിയും ഇറങ്ങാനുണ്ട്, കാഴ്ചക്കാരിലേക്ക് ഞാൻ എത്തിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ രീതിയിലുള്ള സപ്പോർട്ടും എല്ലാവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്ന് അറിയിക്കുമെന്ന്. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ അടുത്ത വീഡിയോയിലൂടെ കാണാം. ഓക്കെ.